ഇന്നിവിടെ ഈ നിമിഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് കടന്നു വരുന്നത് എൻ്റെ അച്ഛൻ്റെ ചിത്രമാണ്. കാരണം എന്നെ ആദ്യമായിട്ട് മഴവിൽ മനോരമയിൽ കൊണ്ട് വിട്ടിട്ട് പോകുമ്പോൾ അച്ഛൻ എനിക്ക് ആകെ തന്ന ഉപദേശം എന്ന് പറയുന്നത് ഒരിക്കലും വന്ന വഴി മറക്കരുതെന്നായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഒരു ഇത് വെച്ചിട്ട് അച്ഛൻ മനോരമ പത്രത്തിലോ അല്ലെങ്കിൽ മാസികയിലോ ഒക്കെ വരേണ്ട ഒരാളാണ്. കാരണം വന്ന വഴി മറക്കരുതെന്ന് എനിക്ക് ഉപദേശം തന്നിട്ട് പോയ അച്ഛൻ വഴി തെറ്റിയിട്ട് മനോരമയുടെ പ്രസ്സിലാണ് പോയി കയറിയത്. അവിടെ ഉള്ള ഒരു പത്രം അടിക്കുന്ന തിരക്കിലായതുകൊണ്ട് അന്ന് അച്ഛനെ അടിച്ചില്ല. പക്ഷെ അമ്മ ഇപ്പോഴും പറയുന്നത് അവിടെ വനിത ഉണ്ടെന്ന് ആരെങ്കിലും നിന്റെ അച്ഛനോട് പറഞ്ഞു കാണും, അതുകൊണ്ടാണ് നിന്റെ അച്ഛൻ പോയെന്ന്. ഈ വനിതാ മാഗസിൻ മന്ത്ലി 2 തവണ വരുന്നതാണെങ്കിലും ഇത് പറഞ്ഞിട്ടുള്ള ഇവരുടെ അടി വീക്കിലി നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയോട് അച്ഛൻ ഒരു ടാഗ്ലൈൻ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം വനിതകളുടെ സുഹൃത്തും വഴികാട്ടിയെന്നായിരിക്കും. പക്ഷെ അമ്മ അങ്ങനെയൊക്കെ പറയുന്ന പറഞ്ഞാലും അച്ഛൻ അങ്ങനത്തെ ഒരാളല്ല. അച്ഛൻ കുറച്ച് ബ്രില്യൻ മനുഷ്യനാണ്. ഭയങ്കര ലോജിക്കലായിട്ടൊക്കെ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്ന ആളാണ്. അച്ഛൻ എന്നോടും പറഞ്ഞേക്കുന്നത് എന്ത് കാര്യം ഉണ്ടെങ്കിലും ജീവിതത്തിൽ അത് ലോജിക്കലായിട്ട് സോൾവ് ചെയ്യണമെന്ന്. ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഭവം എഴുതി എനിക്കത് തൂക്കാൻ റബ്ബർ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ക്ലാസ്സിൽ ആരുടെയെങ്കിലും റബ്ബർ ഉണ്ടോ എന്ന് ചോദിക്കത്തില്ല. ഞാൻ ഇരുന്ന് ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ട് ക്ലാസ്സിൽ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്ന പിള്ളേർ എത്ര പേരുണ്ടെന്ന് ആലോചിക്കും. എന്നിട്ട് അവരോട് മാത്രമേ റബ്ബർ ഉണ്ടോ എന്ന് ചോദിക്കാറുള്ളൂ. കാരണം കോട്ടയത്താണല്ലോ ഏറ്റവും കൂടുതൽ റബ്ബർ ഉള്ളത്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഞാൻ തുപ്പല് തൂത്തോണ്ടിരുന്നത്. എൻ്റെ അച്ഛൻ്റെ ലോജിക്കൽ ചിന്താഗതി എവിടം വരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂട്ടുകാരൻ പിടിച്ച് വലിച്ചിട്ട് ഷർട്ടിൻ്റെ ബട്ടൺ പൊട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനൊന്ന് ചിന്തിച്ചിട്ട് പറയും, ഒരാൾ ഇങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ബട്ടൺ പൊട്ടി എന്ന് പറയുമ്പോൾ നിനക്കത് ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റി ആണെന്ന് മനസ്സിലായില്ലേ. ന്യൂട്ടനെ പേടിച്ചിട്ട് വീട്ടിൽ നിന്ന് കട്ടൻ പോലും കുടിക്കത്തില്ലായിരുന്നു ആ ഇടയ്ക്ക് ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ PTA മീറ്റിങ്ങിന് പോകുമായിരുന്നു. അപ്പം ബൈക്കിലിരിക്കുമ്പോഴത്തേക്കും പുറകിലിരിക്കുന്ന എന്നോട് അച്ഛൻ പറഞ്ഞു പിടിച്ചിരിക്കണം, ഇല്ലെങ്കിൽ പുറകോട്ട് പോകും, സയൻസ് ആണിത്, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പം ആരെങ്കിലുമൊക്കെ ബൈക്കിൽ ഇങ്ങനെ പിടിച്ചിരിക്കാതെ പോകുന്നുണ്ട് കഴിഞ്ഞാൽ ഉടനെ അച്ഛൻ പറയും ന്യൂട്ടനെ അറിയാത്ത പൊട്ടൻ ദേവോണ്ടെന്ന്. അങ്ങനെ പൊക്കോണ്ട് പോയി നമ്മൾ PTA മീറ്റിങ്ങിന് നിന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും സാറിൻ്റെ മാർക്ക് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു പ്ലീസ് ടേൺ ഓവർ എന്ന്, മറിച്ച് നോക്കാൻ. കാരണം PTA ആയതുകൊണ്ട് PTO വെച്ചിട്ട് സാർ ഒരു കൗണ്ടർ അടിച്ചത്. കൗണ്ടറിന്റെ വെലോസിറ്റി ടൈമിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലാത്തതുകൊണ്ട്, അതായത് കൗണ്ടറിന്റെ ടൈമിംഗ് ശരിയല്ലാത്തതുകൊണ്ട് എൻ്റെ ലോജിക്കൽ അച്ഛൻ ഇതിന് ചിരിച്ചില്ല. കാരണം അച്ഛൻ ചിരിക്കാത്തതിൽ വേറെ ഒരു വലിയ കാരണം ഉണ്ടായിരുന്നു. അതായത് ബാക്കി എല്ലാ വിഷയത്തിനും അത്യാവശ്യം മാർക്ക് മേടിച്ച് എനിക്ക് അന്ന് സയൻസിന് മാത്രം മാർക്ക് കുറവായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു ഇതാണ് നിന്റെ കുഴപ്പം, സയൻസ് അറിയാത്തതാണ് നിന്റെ പ്രശ്നം, നീ എന്താണ് സയൻസിന് മാത്രം പുറകോട്ടെന്ന്. അപ്പം ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ലോജിക്കലായിട്ട് ഇരുന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു സയൻസാണിത്, പുറകോട്ട് പോകും, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അച്ഛൻ്റെ ലോജിക്കൽ ചിന്താഗതി കുറച്ചൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏത് പെണ്ണിനെയും വളയ്ക്കാൻ എൻ്റെ ഒരു ലോജിക്കൽ ട്രിക്കുണ്ട്. കാരണം ലോകത്ത് എല്ലായിടത്തും പ്രണയമാണ്, എല്ലാവർക്കും പ്രണയമാണ്, എല്ലാവർക്കും പ്രണയം ആവശ്യമാണ്. ഇപ്പോൾ ലോക സിനിമ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു 63.6% സിനിമകളും പ്രണയമാണ്. ലോക പാട്ടുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 73.6% പാട്ടുകളും പ്രണയമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരു കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എത്രത്തോളമാണ് വർക്ക് ചെയ്യുന്നത്, ശതമാനക്കണക്കൊക്കെ പറയുന്നു. ഇതാണ് എൻ്റെ ലോജിക്കൽ ട്രിക്ക്. പറഞ്ഞു പറ്റിക്കാൻ കഴിവുണ്ടെങ്കിൽ ഏത് പെണ്ണും സെറ്റാവും. ഞാനിവിടെ ഈ 10 ലക്ഷത്തിൻ്റെ കണ്ടന്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ആലോചിച്ചത് 10 ലക്ഷം രൂപ തമാശ പറഞ്ഞ് മേടിക്കുന്നതിൽ എളുപ്പം 10 ലക്ഷം രൂപ മോഷ്ടിക്കുന്നതാണ്. പിന്നെ ഞാൻ ലോജിക്കലായിട്ട് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് തമാശ മോഷ്ടിച്ചുകൂടാൻ. അങ്ങനെ ലോജിക്കലി ഈ കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോഴാണ് എന്നോട് ഒരാളൊന്ന് ചോദിച്ചു മുകേഷ് നിങ്ങളുടെ പരിപാടിയിലാണോ. ഞാൻ പറഞ്ഞ നല്ല പുള്ളിക്കിടലത്തിലാണ്, നമുക്ക് ആകെ ഉള്ളതൊരു മുകേഷ് ആണെന്ന്. എനിക്ക് പലപ്പോഴും ലോജിക്കലി ചിന്തിക്കുമ്പോഴത്തേക്കും തോന്നിയിട്ടുണ്ട് ഏറ്റവും ലോജിക്കില്ലാത്ത സാധനം രാഷ്ട്രീയമാണെന്ന്. കാരണം ഇപ്പം എൻ്റെ അമ്മാവൻ തന്നെ ബൈക്കും കാറും ഒന്നും ഓടിക്കൂല, നടന്നേ പോകത്തുള്ളൂ. കാരണം പുള്ളി കടുത്ത വലതുപക്ഷമാണ്, അങ്ങനെ പോലും ഇടത്തൂടെ പോകത്തില്ല എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ളതിനെ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇടത് കക്ഷം വലത് കക്ഷം എന്ന് വേണം വിളിക്കാൻ. കാരണം ഇടത് കക്ഷം ചൊറിയണമെങ്കിൽ വലത് കക്ഷത്തിന്റെ കൈ വേണം, വലത് കക്ഷം ചൊറിയണമെങ്കിൽ ഇടത് കക്ഷത്തിന്റെ കൈ വേണം. കേരളം പൊളിറ്റിക്സിന്റെ കാര്യത്തിൽ എത്ര കറക്റ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാര്യത്തിൽ ഇപ്പൊ ഭയങ്കര മികച്ചതാണ്. കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് അലുവ മേടിച്ചുകൊണ്ടെന്ന് അച്ഛൻ്റെ അടുക്ക് ഇതെന്ത് അലുവയാണെന്ന് ചോദിച്ചപ്പോൾ കറുത്തലുവയാണെന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ അവൻ്റെ അച്ഛനെ തല്ലി, അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെന്ന് പറഞ്ഞിട്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് ഇരുന്ന് ആലോചിച്ചപ്പോൾ അവന് തോന്നി അച്ഛനെ തല്ലിയതും പൊളിറ്റിക്കലി കറക്റ്റ് ആയില്ല എന്ന്. സോറി പറയാൻ ചെന്നപ്പോഴത്തേക്കും ഇവൻ്റെ അച്ഛൻ ഇവനെ തിരിച്ചു തല്ലി. കാരണം അടിച്ചടം തടിച്ചെന്ന് അവൻ പറഞ്ഞെന്ന് പറഞ്ഞു. അതും പൊളിറ്റിക്കലി കറക്റ്റ് അല്ലല്ലോ. കറുപ്പും തടിപ്പും ഒക്കെ ഇപ്പോൾ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കേണ്ട കാലം കേരളത്തിനെക്കാട്ടിലും സ്പീഡിൽ കേരളത്തിലെത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയിട്ട് വന്ന അച്ഛൻ്റെ അടുക്ക് എന്തായിരുന്നു വിശേഷം എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു വാവ് എന്ന്. കാരണം കറുത്ത വാവ് എന്ന് പറയാൻ അച്ഛനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സമ്മതിച്ചില്ല. എനിക്ക് തോന്നുന്നു. പക്ഷെ 10 മിനിറ്റിന് ശേഷം അടുക്കളയിലിരുന്ന് ഉപ്പുമാവ് കഴിച്ച അച്ഛൻ അതിൽ ഉപ്പ് കൂടുതലാണെന്ന് പറഞ്ഞാൽ അമ്മയെ കറക്റ്റ് ചെയ്തിരുന്നില്ല. കാരണം അടുക്കളയിൽ ഇന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എത്തിയിട്ടില്ല. ഇന്നിവിടെ 10 ലക്ഷം രൂപയ്ക്ക് ഇവിടെ കോമ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ അച്ഛനെയും അമ്മയും കാട്ടിലും കൂടുതൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ട്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ മാനേജർ കുമാർ ശങ്കർ സാർ. കാരണം ഒരു ലോജിക്കും ഇല്ലാതാണ് ജോലിക്ക് പോലും പോവാത്ത എനിക്ക് ഈ പുള്ളി ലോൺ തന്നത്. ഇന്ന് എനിക്ക് ഇവിടുന്ന് 10 ലക്ഷം രൂപ അടിച്ചില്ലെങ്കിൽ പുള്ളിയും സ്റ്റാൻഡപ്പ് കോമഡിയിലോട്ട് ഇറങ്ങുമെന്നാണ് പുള്ളി പറയുന്നത്.
കാരണം പുള്ളിയുടെ ജോലി പോവും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിക്കും. അതിലും ഇല്ലേ ഒരു ലോജിക്ക്, ആ ലോജിക്ക്. താങ്ക് യു.